ഹലോ മച്ചുമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഏറ്റവും മൃഗീയമായ ഹൊറർ സിനിമ അതേതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഈവിൾ ഡെഡ് ആണ്. ഇത്രത്തോളം ഭീകരമായിട്ടുള്ള മറ്റൊരു ഹൊറർ സിനിമ ഉണ്ടാവില്ല കേട്ടോ. ഇതിലെ വയലൻസ് കാരണം പല സീനുകളും എനിക്ക് നിങ്ങളെ കാണിക്കാൻ കഴിയില്ല. അത്രത്തോളം ഭീകരമാണ് ഇതിൽ ഓരോ വിഷ്വലും. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ കഥ മുഴുവനായിട്ട് കേട്ട് കഴിഞ്ഞ് സിനിമയൊന്ന് കാണാൻ ശ്രമിക്കണം. എന്തായാലും ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഈവിൾ ഡെഡ് മൂവി സീരീസിലെ ഏറ്റവും പുതിയ സിനിമയാണ്. ഇതിന്റെ കഥ മനസ്സിലാവാൻ ബാക്കിയുള്ള സിനിമ കാണണം എന്നൊന്നുമില്ല കേട്ടോ. ഇത് വേറെ തന്നെ ഒരു കഥയാണ്. അപ്പൊ നേരെ നമുക്ക് ഈ കഥയിലേക്ക് പോകാം, കഥയുടെ ഈ മായ ലോകത്തിലേക്ക്. സോ അഗൈൻ വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സിനിമയുടെ ആരംഭത്തിൽ ജോസഫ് എന്നൊരു യുവാവ് അവന്റെ അപ്പൂപ്പൻ റെക്കോർഡ് ചെയ്തു വെച്ച പഴയ ഒരു റെക്കോർഡഡ് വോയിസ് കേൾക്കുകയാണ്. എല്ലാവരും പറഞ്ഞതുപോലെ ബുക്ക് ഓഫ് ഡെത്ത് എന്ന ചെകുത്താന്റെ പുസ്തകം അതൊരു കഥയല്ല, അത് സത്യമാണ്. ചില ആളുകൾ അത് കണ്ടുപിടിച്ചു. ഒരിക്കലും വായിക്കാൻ പാടില്ലാത്ത അതിലെ ചില കാര്യങ്ങൾ അവർ വായിച്ചു. പിന്നീട് അങ്ങോട്ടേക്ക് വന്നത് നരകത്തിൽ നിന്നും സാത്താനായിരുന്നു. സർവനാശമായിരുന്നു. പിന്നീട് ഒരു കാരണവശാൽ ബുക്ക് ഓഫ് ഡെത്ത് എന്ന ഒരു പുസ്തകം തുറക്കാനും പാടില്ല, വായിക്കാനും പാടില്ല. പക്ഷേ എങ്ങാനും അത് വായിച്ചാൽ, അത് തുറന്നാൽ ദൈവത്തിന് പോലും നിങ്ങളെ സംരക്ഷിക്കാൻ കഴിയില്ല. അത്രയും വലിയൊരു അപകടം നിങ്ങളെ തേടി വരും. എന്നാൽ നരകത്തിൽ നിന്ന് വന്ന ആ സാത്താനുണ്ടല്ലോ, അതിനെ തിരിച്ചയക്കാനുള്ള ഒരു ആയുധം എന്റെ കയ്യിലുണ്ട്. ജോസഫ് അവന്റെ അപ്പൂപ്പിന്റെ ആ ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പേന താഴേക്ക് വീണു പോവാണ്. അതെടുക്കാനായിട്ട് അവൻ നോക്കിയപ്പോ താഴെ ടേബിളിന്റെ അടിയിലായിട്ട് ചുമരിന്റെ ഒരു ഭാഗത്തായിട്ട് എന്തോ മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് അവൻ കണ്ടു. കണ്ടാൽ തന്നെ അറിയാം, നല്ല പഴക്കമുള്ളതാ. ഈ പഴക്കമുള്ള സാധനങ്ങൾ കണ്ടാൽ അത് എടുത്തു നോക്കാൻ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. ആ ക്യൂരിയോസിറ്റി ജോസഫിനുണ്ടായിരുന്നു. എന്തോ ഒന്ന് പൊതിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ ആദ്യം അതാണ് എടുത്തത്. എന്താണ് അതിന്റെ ഉള്ളിൽ എന്ന് അറിയാനുള്ള ആകാംക്ഷ കാരണം അവൻ അത് തുറന്നു നോക്കുകയാണ്. പെട്ടെന്ന് അവിടെ എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് ഒരു തടാകത്തിൽ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് യുവാക്കളെയാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. അപ്പൊ അത് അറ്റൻഡ് ചെയ്ത് സംസാരിക്കാനായിട്ട് അവൻ പിറകിലേക്ക് പോവാണ്. മറ്റേയാൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ചൂണ്ടയിലെ ആ നൂല് പതിയെ പതിയെ വെള്ളത്തിലേക്ക് ശക്തമായിട്ട് നീങ്ങി പോകുന്നത്. ഇത് കണ്ട് അവൻ വിചാരിച്ചു വലിയ എന്തോ മീൻ കുടുങ്ങിയെന്ന്. ചൂണ്ട എടുക്കാനായിട്ട് അവൻ പെട്ടെന്ന് തന്നെ പോയപ്പോ വെള്ളത്തിലേക്ക് പോയ ആ നൂല് മുഴുവനായിട്ട് പൊന്തി വന്ന് അവന്റെ മുഖത്തെ മുഴുവനായിട്ട് ചുറ്റി വരിഞ്ഞ് അതിശക്തമായിട്ട് ആ വെള്ളത്തിലേക്ക് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോവാണ്. അവൻ ഉറക്കനെ നിലവിളിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് അവന്റെ കൂട്ടുകാരൻ വരികയാണ്. സുഹൃത്ത് വെള്ളത്തിലേക്ക് വീണു എന്ന് മനസ്സിലാക്കിയ ആ പയ്യൻ ബോട്ടുമായിട്ട് നേരെ തടാകത്തിന്റെ നടുവിലേക്ക് പോവാണ്. മുങ്ങി താഴ്ന്ന അവന്റെ സുഹൃത്തിനെ ഒരു വിധത്തിൽ പിടിച്ചു കയറ്റി ആ ചെറിയ ബോട്ടിലേക്ക് കയറ്റുകയാണ്. എന്നാൽ അവന്റെ അരയുടെ താഴ്ഭാഗത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അധികം വൈകാതെ ആ പയ്യൻ ക്രൂരമായിട്ട് മരണപ്പെട്ടു പോവാണ്. ഇതേ സമയം തന്നെ തടാകത്തിന്റെ കുറച്ച് അകലെയായിട്ട് വെള്ളത്തിനടിയിൽ നിന്നും ഒരു തല പതിയെ പൊന്തി വരികയാണ്. ഈ പയ്യൻ അത് കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുമ്പോൾ ഒരു കൈ വന്ന് ഈ തോണിയിൽ പതിയെ പിടിക്കുകയാണ്. തല കുറച്ചു ദൂരെയും അതിന്റെ കൈയാണെങ്കിൽ ദാ ഇവിടെയും. അതിപ്പം ഈ ചെറിയ ബോട്ട് ഇതിലേക്ക് കയറി വരും എന്നവൻ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് ഈ ബോട്ടിനെ തലകീഴായിട്ട് മറിച്ചു കളയുന്നത്. അവനും ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ വെള്ളത്തിന്റെ മുകളിലേക്ക് അവൻ നീന്തി കയറി വരുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് തലകീഴായി കിടക്കുന്ന ആ ബോട്ടിന്റെ മുകളിൽ ഒരു പെൺകുട്ടി അങ്ങനെ നിൽക്കുന്നുണ്ട്. അവളുടെ ആ രൂപം കണ്ട് ഈ പയ്യൻ പേടിച്ച് വിറക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, അതൊരു സാധാരണ പെൺകുട്ടിയല്ല. അവളുടെ ആ ശരീരത്തെ കൺട്രോൾ ചെയ്യുന്നത് ദുഷ്ടനായിട്ടുള്ള ഒരു സാത്താനാണ്. ഇപ്പൊ ആ സാത്താൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവിടെയുള്ള വെള്ളത്തിനെ മുഴുവൻ നന്നായിട്ട് ചൂടാക്കുകയാണ്. ആ ചൂട് കാരണം ഈ പയ്യൻ അതിൽ കിടന്ന് പെട്ടയ്ക്കാൻ തുടങ്ങുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ അവൻ നീന്തി കരയിലേക്ക് എത്തിയെങ്കിലും അവൻ അവിടെ കിടന്ന് ദാരുണമായിട്ട് തന്നെ മരിച്ചു പോവാണ്. ഇതിനുശേഷം സാത്താന്റെ കെണിയിൽ അകപ്പെട്ട ആ ഒരു പെൺകുട്ടി അവൾ നേരെ നടന്നു പോകുന്നത് പ്രധാന വഴിയിലേക്കാണ്. അതിലൂടെ പിന്നീട് റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ അതിലൂടെ വന്നൊരു കാറ് അവളെ ഒരൊറ്റ ഇട്ടിരിക്കുകയാണ്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമ്മളെ കാണിക്കുന്നില്ല. ഇതിനുശേഷം നമ്മളെ കാണിക്കുന്നത് ഒരു ബാറാണ്. ആ ബാറിന്റെ ഓണർ വില്യംസ് ആണ്. വില്യംസിന്റെ അനിയനാണ് ജോസഫ്. ഈ ജോസഫിനെയാണ് സിനിമയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടത്. വില്യംസിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, ആലീസ്. അതുപോലെ തന്നെ ജോസഫിന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്, അവളുടെ പേര് തിയ എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വില്യംസിന്റെയാണ് ഈ ഒരു ബാർ. അതുപോലെ വില്യംസിന്റെ അനിയൻ ജോസഫ് അവന്റെ ബർത്ത്ഡേ ആണെന്ന് അതിന്റെ സെലിബ്രേഷനിലാണ് ഇവരെല്ലാവരും. ഇപ്പൊ വില്യം അവന്റെ അനിയന് നല്ല വില കൂടിയ ഒരു പെന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. മാത്രമല്ല അവനൊരു കഥ എഴുതുന്നത്. ആ കഥ ഈ പേന വെച്ച് എഴുതി പൂർത്തിയാക്കണം എന്ന് പറയണം. മാത്രമല്ല ആ ഗിഫ്റ്റ് തരുന്നത് ഞാൻ മാത്രമല്ല കേട്ടോ, എന്റെ വൈഫായിട്ടുള്ള ആലീസ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് എന്ന് വില്യംസ് ആ പേന കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്. എന്തായാലും ജോസഫിന് സന്തോഷമായി. ഇതേ സമയത്ത് തന്നെ ആലീസ് ജോസഫിന് മറ്റൊരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ജോസഫും തീയും ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ. അവൾ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒറ്റയടിക്ക് ജോസഫിന് കൊടുത്തത് വില്യത്തിന് അത്ര ഇഷ്ടമായില്ല കേട്ടോ. അപ്പം തന്നെ അവന്റെ ഒരു മുഖം മാറുന്നുണ്ട്. എന്തായാലും ആ ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ജോസഫ് എഴുന്നേറ്റ് ആലീസിനെ ഹഗ് ചെയ്യാൻ പോകുമ്പോൾ ആലീസിന്റെ കാലൊന്ന് സ്ലിപ്പായി അവന്റെ ദേഹത്തേക്ക് വീഴണം. അറിയാതെ രണ്ടുപേരും ഒന്ന് ചുംബിച്ചു പോവാണ്. ഇത് കണ്ട ജോസഫിന്റെ ഗേൾഫ്രണ്ട് തീയയ്ക്ക് എന്തോ പോലെ ആകുന്നുണ്ട്, അതുപോലെ തന്നെ വില്യംസിനും. എന്നാൽ അപ്പൊ തന്നെ ജോസഫ് പറയുന്നുണ്ട്, അറിയാതെ സംഭവിച്ചു പോയത്, മനഃപൂർവ്വം എന്നല്ല, ആരും ഒന്നും വിചാരിക്കേണ്ടതാണ്. തീയ ആ ഒരു മൈൻഡിൽ എടുക്കുകയാണ്.
എന്നാൽ വില്യംസിന് എന്തോ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ചെറിയ രീതിയിൽ രണ്ടുപേരും വഴക്കാവുകയാണ്. ഇനി ഇവിടെ നിന്നാൽ കൂടുതൽ വഴക്കാവെന്ന് കരുതിയിട്ട് ആലീസ് അവിടുന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആലീസും തീയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില്യം അങ്ങോട്ടേക്ക് വരികയാണ്. ഞാൻ നേരത്തെ കുറച്ച് മോശമായിട്ട് പെരുമാറി, ക്ഷമിക്കണം എന്നൊക്കെ പറയാണ്. വാ, ഇവിടെ ഒരുപാട് ജോലിയുണ്ട്, നീയും കൂടെ വാ, നമ്മുടേതല്ലേ ഈ ബാറ് എന്നൊക്കെ പറയുന്ന സമയത്ത് ആലീസ് പറയാണ്, നമ്മുടേതോ, ഈ ബാറ് അത് നിന്റേത് മാത്രമാണ്, നീ ഒറ്റയ്ക്ക് നോക്കിയാൽ മതി എന്ന് പറയാം. എന്നാൽ ആ സമയത്ത് ദേഷ്യം സഹിക്കാൻ കഴിയാതെ വില്യം അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒന്ന് കൈ കൊണ്ട് ഇടിച്ച് പൊട്ടിക്കുകയാണ്. ഭയങ്കര ദേഷ്യം വന്നവന്. അവന്റെ ഈ ഒരു ദേഷ്യം കണ്ട് സങ്കടം വന്ന ആലീസ് പറയാണ്, നീ ഇങ്ങനെ തന്നെയാണല്ലോ, എപ്പോഴും ഇങ്ങനെ തന്നെയാണല്ലോ, നിനക്ക് നിന്റെ ഫീലിങ്സ് മാത്രം, ബാക്കിയുള്ളവരുടെ ഒന്നും അറിയണ്ടല്ലോ, എനിക്ക് നിന്നെ കാണണ്ടെന്നൊക്കെ പറഞ്ഞ് ആലീസ് ഭയങ്കരമായിട്ട് തിരിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ സംസാരിക്കുകയാണ്. ഇത് കേട്ട വില്യമിന് ആകെ വിഷമമാവുന്നുണ്ട്, ദേഷ്യമാവുന്നുണ്ട്. അവൻ പെട്ടെന്ന് തന്നെ കാറെടുത്ത് അവിടുന്ന് പോകാൻ നോക്കുമ്പോൾ ജോസഫ് ഓടി വന്നിട്ട് വില്യത്തിനോട് പറയാണ്, ചേട്ടാ ഈ സമയത്ത് പോകരുത്, ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ കൂടെ വരാന്ന് പറയാണ്. എന്നാൽ വില്യ അതൊന്നും കേട്ടില്ല കേട്ടോ. ഒറ്റയ്ക്ക് ആ കാർ എടുത്ത് പോകണം. നല്ല വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോയത്. ഈ സമയത്താണ് റോഡിൽ ഒരു പെൺകുട്ടിയെ കാണുന്നത്. അവൻ വന്ന വേഗത്തിൽ ബ്രേക്ക് ചവിട്ടാൻ കഴിഞ്ഞില്ല, അവളെ ഇടിച്ച് തെറിപ്പിക്കുകയാണ്. ഈ ഒരു കാര്യമാണ് കുറച്ചു നേരം മുന്നേ നമ്മൾ കണ്ടത്. ഈ അപകടത്തിൽ പെട്ടെന്ന് വില്യമിന്റെ ബോധം പോവാണ്. പിന്നീട് ബോധം വന്ന് നോക്കുമ്പോൾ അവൻ തലകീഴായി കിടക്കുകയാണ്. കാറും അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. മാത്രമല്ല അവൻ ഇടിച്ച ആ ഒരു പെൺകുട്ടി മരവുമായിട്ട് സ്റ്റക്കായി ജാമായി കിടക്കുകയാണ്. അവളുടെ തല മാത്രം കാറിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അതങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെൺകുട്ടിയെ വില്യം വിളിക്കുന്നുണ്ട്, നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പോലീസിന് വിളിക്കാന്ന് പറയണം. ഈ സമയത്ത് ആ ഒരു പെൺകുട്ടിയുടെ തല പതിയെ പതിയെ അറ്റങ്ങനെ പോവുകയാണ്. മാത്രമല്ല അവളിപ്പോ വില്യമിനെ നോക്കിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിന്നെ കണ്ടുപിടിച്ചടാ, ഇനി നിന്നെ വെച്ചാണ് ഞാൻ എന്റെ കളി കളിക്കാൻ പോകുന്നത്. അവളുടെ ആ കോലവും അവളുടെ ആ സംസാരവും കണ്ടപ്പോ തന്നെ വില്യം പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങുകയാണ്. ഇതേ നേരം തന്നെ അവളുടെ തല അറ്റുപോയി നിലത്ത് വീഴുന്നുണ്ട്. പിന്നീട് അറ്റുപോയി ആ ഒരു തലയും അവനെ നോക്കി ഏതോ ഒരു ഭാഷയിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറയുമ്പോൾ ആ കാറിന് തനിയെ തീ പിടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ തീ പിടിച്ച ആ കാറിനുള്ളിൽ വെച്ച് വളരെ ദാരുണമായിട്ട് തന്നെ ഇപ്പോ വില്യംസ് മരിക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ ആലീസിനെ കാണിക്കുകയാണ്. ആലീസ് ഇപ്പോൾ അവന്റെ ഫ്യൂണറൽ അത് നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോവാണ്. ചെറിയ ചർച്ച് പോലെയുള്ള എന്തൊരു സ്ഥലമാണ്. അവൾ അവിടെ വന്ന പാട് തന്നെ ജോസഫും തീയും വരുന്നുണ്ട്. വില്യംസ് മരിച്ച ആ ഒരു സങ്കടം എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. ഇതേ സമയം തന്നെ വില്യമിന്റെ അമ്മ സൂസൻ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അടുത്തേക്കും ചെല്ലുകയാണ്. അവരൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. സൂസനും തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ സൂസന്റെ മുഖം കണ്ടാൽ അറിയാം ആലീസിനോട് വല്ലാത്തൊരു ദേഷ്യം അവർക്കുണ്ട്. അവരുടെ മകൻ മരിക്കാൻ കാരണമായത് ഇവള് കാരണം. ഇതേ നേരത്തിന് അവിടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. മുത്തശ്ശിയോട് ആലീസ് സംസാരിക്കാൻ നോക്കുമ്പോൾ സൂസൻ പറയണ, സംസാരിച്ചിട്ട് കാര്യമില്ല, ഒന്നും ഓർമ്മയില്ല. ഇതേ നേരം തന്നെ വില്യമിന്റെ ഡോഗ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൾ അതിനെ തൊടാൻ ശ്രമിച്ചപ്പോൾ അവളെ മൈൻഡ് ആക്കാതെ ആ ഒരു ഡോഗും അവിടുന്ന് പോവാണ്. അത് നേരെ പോയത് വില്യത്തിന്റെ അച്ഛൻ എഡ്ഗറിന്റെ അടുത്തേക്കാണ്. എഡ്ഗറിന്റെ മുഖവും നല്ല ഗൗരവത്തിലാ. അയാൾക്കും ആലീസിനോട് നല്ല ദേഷ്യമുണ്ട്. എന്തായാലും ഫ്യൂണറൽ നടക്കാൻ പോവാണ്. എല്ലാവരും അവനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ആലീസിനോട് തന്നെ സ്റ്റേജിലേക്ക് വന്ന് ഒന്ന് സംസാരിക്കാൻ പറയുന്നുണ്ട്. എന്നാൽ ആലീസ് അപ്പൊ തന്നെ പറയുന്നത്, അത് പിന്നെ ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ വരുന്നില്ല എന്ന് പറയണം. അപ്പൊ തന്നെ എഡ്ഗറും സൂസനും തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഞങ്ങളുടെ മോൻ മരിച്ചിട്ടും അവനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല അല്ലേ? രണ്ടുപേരുടെ ഉള്ളിലും ചെറിയൊരു വെറുപ്പ് ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ചടങ്ങെല്ലാം കഴിഞ്ഞു. വില്യമിന്റെ ബോഡി അത് ദഹിപ്പിക്കാൻ കൊണ്ടുപോവാണ്. ഇപ്പൊ അത് ചെയ്യുന്ന ആള് മാത്രമേ അവിടെയുള്ളൂ. ഇതേ സമയത്തിന് എഡ്ഗർ അങ്ങോട്ടേക്ക് പോയിട്ട് പറയാണ്, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് പുറത്തിരിക്കോ, എന്റെ മകന്റെ അവസാന സമയമല്ലത്, അവന്റെ കൂടെ ഞാൻ ഒറ്റയ്ക്കൊന്ന് ഇരുന്നോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ആ ആള് പുറത്തേക്ക് പോകുന്നുണ്ട്. മകന്റെ ആ ഒരു മൃതദേഹം അതിനരികിൽ നിന്ന് എഡ്ഗർ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം അവിടെ ഇരുന്ന് പിന്നീട് മകനോട് യാത്ര പറഞ്ഞ് അയാൾ ആ റൂം വിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ആ ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുകയാണ്, ആര് തട്ടുന്നത് പോലെ. അപ്പൊ തന്നെ എഡ്ഗറിന് മനസ്സിലായി അയാളുടെ മകൻ മരിച്ചിട്ടില്ല എന്ന്. എന്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കണ്ട എന്തോ ഒരു ടൂൾ എടുത്ത് ആ പെട്ടി അടിച്ചു പൊളിക്കുകയാണ്. പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്നും ഒരു കൊടൂരമായ കൈ വന്ന് ഇയാളുടെ കൈന് കയറി പിടിക്കുകയാണ്. എഡ്ഗർ ആകെ ഞെട്ടി. ഇതേ സമയത്ത് തന്നെ അവിടുത്തെ ആ ഒരു സ്റ്റാഫും വരുന്നുണ്ട്. ഇപ്പൊ ആ ഒരു പെട്ടിയുടെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന രൂപം ആ പയ്യനെ വലിച്ചു കീറി കൊന്നുകളയാണ്. ഇതിപ്പോ എഡ്ഗർ നേരിട്ട് കാണുന്നുണ്ട്. എന്നാൽ അയാൾ ഉറക്കനെ നിലവിളിക്കുന്നൊന്നുമില്ല. കാരണം അതിന്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന ആ സാത്താൻ അത് അപ്പോഴേക്കും എഡ്ഗറിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. അയാളുടെ ഒരു കണ്ണിന്റെ നിറം ഇപ്പൊ മാറുന്നുണ്ട്. ഇതേ സമയം തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞല്ലോ. എല്ലാവരും വീട്ടിലേക്ക് പോവാണ്. എഡ്ഗറിനുണ്ടായ മാറ്റമൊന്നും ഈ സമയത്ത് ആരും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് എത്തുകയാണ്. അതൊരു പഴയ വീടായിരുന്നു കേട്ടോ, നല്ല പഴക്കമുണ്ട്. വീട്ടിലേക്ക് എത്തിയ പാട് തന്നെ ഇപ്പൊ സൂസൻ ജോസഫിനെയും കൂട്ടി മുകളിലേക്ക് പോവാണ്. കാരണം അവൻ അവിടെയാണ് താമസിക്കാറ്. ഇപ്പൊ അവനോട് അവന്റെ അമ്മ സൂസൻ ചോദിക്കുന്നുണ്ട്, വെറുതെ എന്തിനാണ് ആലീസിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? എനിക്ക് അവളെ കാണുമ്പോഴേ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജോസഫ് പറയുന്നുണ്ട്, അത് പിന്നെ ചേട്ടന്റെ ഭാര്യയല്ലേ, ആ ഒരു പരിഗണന നമ്മൾ കൊടുക്കണ്ടേ, എന്തായാലും എനിക്കത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണേ. ഇതേ സമയത്ത് തന്നെ സൂസൻ അവിടെ പഴയ കുറെ സാധനങ്ങൾ കാണുകയാണ്. അപ്പൊ തന്നെ സൂസൻ പറയുന്നുണ്ട്, ഇത് നിന്റെ അപ്പൂപ്പന്റെ സാധനങ്ങളല്ലേ, ഇതൊന്നും എടുക്കരുത് നോക്കരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. ഈ സമയത്ത് ഒന്ന് പരിങ്ങി കളിച്ച ജോസഫ് പറയാണ്, അത് പിന്നെ അമ്മേ, ഇതൊക്കെ ഒന്ന് വായിച്ചൊരു കഥ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓ, ഇത് നോക്കിയിട്ടാണോ നീ കഥ എഴുതാൻ പോകുന്നത്? ഒന്നും വേണ്ട, ആയ കാലത്ത് കുടുംബത്തിനെ നോക്കാത്ത ആ മനുഷ്യന്റെ ഓർമ്മകളുള്ള ഒന്നും ഇവിടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാ പേപ്പറും പുസ്തകവും എല്ലായിടത്തും ഒരു പഴയ കവറിലേക്ക് ഇട്ട് അവനോട് പറയാണ്, ഇത് കൊണ്ടേ കളഞ്ഞേക്കുന്നത്. എന്നാൽ ആ സമയത്ത് ജോസഫ് നോക്കുന്നത് ആ കവറിലേക്കല്ല, തൊട്ടപ്പുറത്ത് അവനൊരു ബാഗ് വെച്ചായിരുന്നു. അങ്ങോട്ടേക്കാണ് അവൻ നോക്കുന്നത്. കാരണം ആ ബാഗിനുള്ളിൽ അവൻ വേറെ എന്തോ ഒന്ന് വെച്ചിട്ടുണ്ട്. ഇതേ സമയം തന്നെ താഴെ നമ്മുടെ മുത്തശ്ശി എന്തോ അലമ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിയുടെ എന്തോ കാണാതായി
എന്തായി അതാരോ കട്ടെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മുത്തശ്ശിയെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നമ്മുടെ ആലീസ് പോയപ്പോ കിട്ടുകയാണ് അവളുടെ ചെവടക്കുറ്റി നോക്കിയിട്ട് നീ ബോഡി നീ ആരാടി എന്നോട് സംസാരിക്കണേ എന്ന ഭാവത്തിൽ മുത്തശ്ശി അങ്ങനെ നിൽക്കുക. വേഗം തന്നെ അങ്ങോട്ടേക്ക് വന്ന് സൂസൻ മുത്തശ്ശിയെ ഒന്ന് അടക്കിയിരുത്തുകയാണ്. സൂസൻ പറഞ്ഞാലേ മുത്തശ്ശി കേൾക്കൂല കേട്ടോ. അതുപോലെ തന്നെ സൂസന്റെ കയ്യിൽ ആ സമയത്ത് ആ കവർ ഉണ്ടായിരുന്നു. അത് ജോസഫിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയണേ ഇത് കൊണ്ടേ കളഞ്ഞേക്കെന്ന് പറയണം. അങ്ങനെ ആ കവറുമായിട്ട് ജോസഫ് പുറത്തേക്ക് പോകുമ്പോൾ പുറത്തുണ്ടായിരുന്ന വെയർ ഹൗസിന്റെ ഉള്ളിൽ അവന്റെ അച്ഛൻ എഡ്ഗർ ഉണ്ടായിരുന്നു. ഈ കാർഡെല്ലാം വെട്ടുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അത് സ്റ്റാർട്ടാക്കാൻ വേണ്ടി എഡ്ഗർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ ജോസഫ് പറയണം അച്ഛാ അതിൽ എണ്ണ ഉണ്ടാവില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് നോക്കുമെന്ന് പറയണം. എന്നാൽ അവനോടൊന്നും പറയാതെ എഡ്ഗർ നേരെ വീടിന്റെ ബേസ്മെന്റിലേക്ക് പോവാണ്. അവിടെ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇപ്പൊ എഡ്ഗറിനെ വീണ്ടും ആ ഒരു സാത്താൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അയാൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അച്ഛാ എന്റെ അടുത്തേക്ക് ഒന്ന് വാ, എന്റെ അടുത്തേക്ക് ഒന്ന് വാന്ന്. ഇയാൾ തൊട്ടപ്പുറത്തെ റൂമിലേക്ക് പോകുമ്പോൾ ഒരു ചത്ത എലിയെ കാണുന്നുണ്ട്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു ബൾബും പൊട്ടിപ്പോവാണ്. ഇത് കണ്ട എഡ്ഗർ ഒന്ന് പേടിക്കുന്നുണ്ട്. ഇയാൾ വേഗം തന്നെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മാത്രമല്ല അയാളുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. വീണ്ടും ആ സാത്താൻ എഡ്ഗറിനെ കൺട്രോൾ ചെയ്യാണ്. അയാളുടെ കൈ തന്നെ ആ കത്തി കൊണ്ട് എഡ്ഗർ ഇപ്പൊ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അതിലൂടെ പോയ നമ്മുടെ ആലീസ് ഇത് കാണുന്നുണ്ട്. വേഗം തന്നെ അവൾ അങ്ങോട്ടേക്ക് ചെന്ന് അവളുടെ അമ്മായിയച്ഛൻ അതായത് എഡ്ഗറിനെ തടുക്കുകയാണ്. മാത്രമല്ല അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു കത്തി മേടിക്കുന്നുണ്ട്. ഇപ്പോഴാണ് എഡ്ഗറിന് സ്വബോധം തിരിച്ചു കിട്ടുന്നത്. അപ്പം തന്നെ എഡ്ഗർ പറയുന്നുണ്ട് ഈ കാര്യം നീ ആരോടും പറയരുത് കേട്ടോ, എനിക്കത് നാണക്കേടാണ്. അപ്പൊ തന്നെ ആലീസ് പറയണ ഇല്ല അച്ഛാ ആരോടും ഞാൻ ഇത് പറയില്ല, പക്ഷേ ഇങ്ങനെ ഒന്നും ചെയ്യരുത് കേട്ടോ. ഇതും പറഞ്ഞ് അവൾ ആ ഒരു കത്തി എടുത്ത് അവളുടെ കീശയിലിടുകയാണ്. അതൊന്ന് ഓർത്ത് വെച്ചോണേ, ആ കത്തി എടുത്ത് അവൾ കീശയിൽ വെച്ചത്. ഇതിനുശേഷം എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ടിവിയിൽ വില്യമിന്റെയും ആലീസിന്റെയും കല്യാണ വീഡിയോ അത് ഇവരെല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ എല്ലാവർക്കും സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ സൂസൻ നമ്മുടെ ആലീസിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, അല്ല ആ ഒരു ബാറ് അത് പിന്നെ എന്താ ചെയ്യേണ്ടത്, നീ എന്തായാലും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് പറയണം. അപ്പൊ ആലീസ് പറയണേ എനിക്ക് അതിന് താല്പര്യമില്ല, ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവാണ്. അല്ല അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നീയും അവനും കൂടിയല്ല അത് തുടങ്ങിയത്, അപ്പൊ നീയല്ലേ അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ ആലീസ് യാതൊരു താല്പര്യം കാണിക്കുന്നില്ല. ഇതേ നേരം എഡ്ഗർ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വിവാഹമോതിരം അത് എവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആലീസ് പറയണ അത് പിന്നെ ഞാൻ എവിടെയോ മറന്നു വെച്ചു. ആ നീ മറന്നു വെക്കും, കാരണം എന്റെ മകനോട് ഒരു തരി പോലും സ്നേഹം നിനക്കില്ലല്ലോ. ഇനി നിനക്ക് വേറെ വല്ല ബന്ധമുണ്ടോ എന്റെ മകനെ കൂടാതെ. ആ സമയത്ത് ഈ എഡ്ഗർ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഭക്ഷണം വരെ കഴിക്കുന്നുണ്ട്. അത് വായിൽ നിന്നെല്ലാം പുറത്തേക്ക് ഒലിക്കുന്നുണ്ട്. എന്തായാലും എഡ്ഗറിന്റെ ഈ ഒരു സംസാരം കേട്ട് ആലീസ് പറയണ അച്ഛൻ എന്തീ പറയുന്നത്, ഞാൻ എന്റെ റൂമിൽ എവിടെയോ മറന്നു വെച്ചതാണ്. ആ അത് തന്നെയാ ഞാൻ പറയുന്നേ, നീ മറന്നു വെക്കും, കാരണം എന്റെ മകനോട് നിനക്ക് സ്നേഹമില്ല. അവിടെ ചടങ്ങ് നടക്കുമ്പോൾ നമ്മളെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുനൊരിറ്റി കണ്ണീര് വന്നു. അവനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ നീ എന്തെങ്കിലും സംസാരിച്ചോ, എന്റെ മകനോട് നിനക്ക് സ്നേഹമില്ലടി വൃത്തികെട്ടവളെ. ഇതേ സമയം തന്നെ ആലീസ് പറയാണ് കരഞ്ഞാൽ മാത്രമേ സ്നേഹം ഉണ്ടാവോ, എന്റെ സ്നേഹം അതെന്റെ ഉള്ളിലാ, എന്റെ വിഷമം അതെന്റെ ഉള്ളിലാ, അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ല. ഇതേ നേരം തന്നെ ഈ എഡ്ഗറിന്റെ അടുത്ത് നിന്ന് ആ പട്ടി അങ്ങനെ കുരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നോക്കി അലറിയ എഡ്ഗർ അതിനോട് മാറി പോകാൻ പറയുന്നുണ്ട്. എന്നിട്ട് ജോസഫിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് എന്റെ മകൻ വില്യം അവൻ മരിക്കാൻ കാരണം നീ കൂടെയാണ്. ഇപ്പൊ ജോസഫ് ചോദിക്കാണ് അച്ഛൻ എന്തീ പറയുന്നത്, ഞാൻ കാരണോ? ആ നീ കാരണം തന്നെ. അവൻ ആ കാറിൽ പോകുമ്പോ നീ തടുക്കണായിരുന്നു, നീ തടുത്തിരുന്നെങ്കിൽ അവൻ ഇന്നും ജീവനോട് ഉണ്ടാവുമായിരുന്നു. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ എഡ്ഗർ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് തന്നെ പെരുമാറാൻ തുടങ്ങുകയാണ്. കയ്യിൽ ഈ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു കത്തിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ടേബിളിലിട്ട് കുത്തുകയാണ്. ഈ സമയത്ത് ആ പട്ടി വന്ന് വീണ്ടും കുരകുമ്പോൾ ദേഷ്യം സഹിക്കാൻ കഴിയാതെ എഡ്ഗർ ആ പട്ടിയെ കുത്തി കൊന്നു കളയുന്നുണ്ട്. ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോയ ജോസഫ് വേഗം തന്നെ വന്ന് ഈ എഡ്ഗറിനെ തടുക്കാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്ത് അവന്റെ തലക്കിട്ട് എഡ്ഗർ അടിക്കുകയാണ്. അപ്പൊ തന്നെ എഡ്ഗർ ബോധമില്ലാതെ താഴെ വീണ് കിടന്ന് പിടയ്ക്കാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം വേഗം തന്നെ ജോസഫും അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള തീയ രണ്ടുപേരും അച്ഛനെ കാറിൽ കയറ്റിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. വണ്ടി ഓടിക്കുന്ന തീയാണ്. ഇപ്പൊ തീയ ചോദിക്കുകയാണ് ജോസഫെ എന്താടാ നിന്റെ അച്ഛന് പറ്റിയത്. ജോസഫ് പറയണ എനിക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. അതേ നേരം തന്നെ ജോസഫ് ഒരു തുണി കട്ട് ചെയ്തിട്ട് അവന്റെ അച്ഛന്റെ കയ്യിൽ ആ ഒരു മുറിവുകളെല്ലാം കെട്ടിക്കൊടുക്കുകയാണ്. ഇതേ നേരം പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയ ഈ എഡ്ഗർ അവന്റെ കയ്യിൽ നിന്നും ആ ചെറിയ കത്തി വാങ്ങി, കത്തിയല്ല കത്രിക, അത് വാങ്ങി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ തീയ ഉണ്ടല്ലോ അവളുടെ കവളിനിട്ട് കുത്താൻ തുടങ്ങുകയാണ്. ഇനിയുള്ള സീനുകൾ വളരെ ചുരുക്കിയേ ഞാൻ പറയുള്ളൂ, കുറച്ച് വയലൻസ് ആണ്, കാണിക്കാൻ പറ്റില്ല. എന്തായാലും വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തീയുടെ ദേഹത്ത് ഇതുപോലെ കത്രിക വെച്ച് കുത്തുന്നത്. അവളുടെ കൺട്രോൾ പോവാണ്. റോഡിൽ നിന്നും വണ്ടി പുറത്തേക്ക് ഇറങ്ങി ഒരു ഭാഗത്ത് ചെന്ന് ഇടിച്ചു നിൽക്കുകയാണ്. പരമാവധി ഇപ്പൊ ജോസഫ് അച്ഛനെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് പറ്റുന്നില്ല. ആ സമയത്തെല്ലാം തീയെ വളരെ ക്രൂരമായിട്ട് തന്നെ എഡ്ഗർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ജോസഫിന്റെ കയ്യിൽ ഒരു ഗണ്ണ് കിട്ടുന്നുണ്ട്. അച്ഛന് നേരെ ചൂണ്ടി അവൻ അവളെ വെറുതെ വിടാൻ വേണ്ടി പറയുന്നുണ്ട്. തീയ ആ സമയത്ത് പറയണ എടാ ഒന്നും നോക്കണ്ട, നിന്റെ അച്ഛനെ ഭ്രാന്തായി വെടിവെക്കെന്ന് പറയാണ്. എന്നെ ഷൂട്ട് ചെയ്യാൻ ജോസഫിന് പറ്റുന്നില്ല, അവന്റെ കൈയും കാലും വിറക്കുകയാണ്. ഇതേ നേരം തന്നെ എഡ്ഗർ ആ ഗണ്ണിന്റെ മുന്നിൽ തല വെച്ചിട്ട് പറയാണ് നിനക്ക് ഷൂട്ട് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ വെക്കടാ വെടിയെന്ന് പറയാണ്. അവനെ കൊണ്ട് പറ്റുന്നില്ല കേട്ടോ. അവന്റെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് താഴെ വീണ് പോവാണ്. മാത്രമല്ല പേടി കാരണം അവൻ ആ കാറിന്റെ പുറത്തേക്ക്
ഇറങ്ങുന്നുണ്ട്. അവന്റെ ഗേൾഫ്രണ്ട് തീയെ ഉള്ളിലുണ്ട്. അവളെ രക്ഷപ്പെടുത്താൻ നോക്കുന്നില്ല. ഇതേ നേരം കാറിന്റെ ഉള്ളിൽ വെച്ച് എഡ്ഗർ തീയെ വളരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ച് കാറിലുണ്ടാവുന്ന ആ ഒരു ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ അത് ഊരിയെടുത്ത് അവളെ ക്രൂരമായിട്ട് കുത്തിക്കൊന്നുകളയാണ്. ഈ വിഷ്വലൊന്നും കാണിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ സിനിമ പോയി കണ്ടോ. എന്തായാലും ഈ ഒരു കാര്യമെല്ലാം കണ്ട് പേടിച്ച് വിറച്ച ജോസഫ് അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുമ്പോൾ ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ എഡ്ഗർ അവന്റെ അച്ഛൻ അവനെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിക്കുകയാണ്. അത് കണ്ട് വീണ്ടും അവന് പേടിയാവാണ്. പിന്നെ അവൻ അവിടെ നിന്നില്ല. ഇവിടെ സീൻ കെട്ട അടുത്ത സീനിൽ സൂസനെയും ആലീസിനെയും കാണിക്കുകയാണ്. എഡ്ഗർ ആ ഒരു പട്ടിയെ കുത്തിക്കൊന്നല്ലോ, അതിന് ഇവർ രണ്ടുപേരും ചേർന്ന് അവിടെ കുഴിച്ചു മൂടുകയാണ്. പിന്നീട് രണ്ടുപേരും വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് ആലീസിന്റെ കാല് അറിയാതെ ഒരു കവറിൽ തട്ടി പോകുന്നുണ്ട്. അതായത് നേരത്തെ സൂസൻ ഇവരുടെ അപ്പൂപ്പന്റെ കുറെ അധികം പുസ്തകവും പേപ്പറൊക്കെ വാരി പെറുക്കി ഒരു കവറിലിട്ട് നമ്മുടെ ജോസഫിനോട് കളയാൻ പറഞ്ഞായിരുന്നല്ലോ, അവനത് കളഞ്ഞില്ല, ഇവിടെ വെച്ചായിരുന്നു. അതിലാണ് ആലീസിന്റെ കാല് തട്ടിപ്പോകുന്നത്. അതിൽ നിന്നും ഒരു പുസ്തകം പുറത്തേക്ക് വീഴുന്നുണ്ട്. അത് വായിക്കാനായിട്ട് അവൾക്കൊരു ക്യൂരിയോസിറ്റി തോന്നുകയാണ്. അവൾ അത് തുറക്കുന്നുണ്ട്. അതിൽ ഓരോ കാര്യങ്ങളും വായിക്കുകയാണ്. അപ്പൂപ്പന് ആ ഒരു സാത്താനെ കുറിച്ച് പല കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ട്. അവരെങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത്, അത് വന്നു കഴിഞ്ഞാൽ സർവ്വനാശമാണ്, ദൈവത്തിനെ പോലും അതിനെ തടുക്കാൻ കഴിയില്ല എന്ന രീതിയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു 4 വാക്കുകളും ഒരിക്കലും അത് വായിക്കാനും പാടില്ല. മാത്രമല്ല ആ ഒരു പിശാചിനെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു ആയുധം കൂടി ഉണ്ട് എന്ന് അപ്പൂപ്പൻ അതിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഇത് വായിക്കുന്ന സമയത്ത് ആലീസിന് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവുന്നില്ല. ഇതിപ്പോ എന്താണ്, ഏതോ ഒരു ഭ്രാന്തൻ ചുമ്മാ എന്തൊക്കെയോ കുത്തിക്കുറച്ച് വെച്ചിരിക്കുന്നു. മാത്രമല്ല ഒരിക്കലും വായിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ 4 വാക്കുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ. അവൾ അറിയാതെ അതും വായിക്കുകയാണ്. അവൾ ആ 4 വാക്ക് വായിച്ചതോട് കൂടിയിട്ട് എവിടുന്നാണെന്നറിയില്ല എന്തോ ഒരു ശക്തി അങ്ങോട്ടേക്ക് പെട്ടെന്ന് വരികയാണ്. ഒരല്പനേരം കഴിഞ്ഞപ്പോൾ ഇവർ കുറച്ചു നേരം മുന്നേ കുഴിച്ചു മൂടിയ ചത്തുപോയ ആ ഒരു പട്ടിയുണ്ടല്ലോ അത് എഴുന്നേറ്റ് വന്ന് ഇപ്പൊ ആലീസിനെ ആക്രമിക്കുകയാണ്. അവളാകെ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ചത്തുപോയ ഈ പട്ടി എങ്ങനെ എഴുന്നേറ്റ് വന്നത്? എന്തായാലും കയ്യിൽ കിട്ടിയ എന്തോന്ന് വെച്ച് അവൾ അതിനെ കുത്തി കൊന്നുകളയാണ്. ശബ്ദമെല്ലാം കേട്ട് അങ്ങോട്ടേക്ക് വന്ന സൂസൻ എന്താണ് കാര്യം എന്ന് ആലീസിനോട് ചോദിച്ചപ്പോൾ ആലീസ് പറയണത് ചത്തുപോയ ആ ഒരു പട്ടി വന്നിട്ട് എന്നെ ആക്രമിക്കാൻ നോക്കിയെന്ന് പറയണ. ഇപ്പൊ സൂസൻ പറയണ നീ എന്ത് വിഡ്ഢിത്തരയായി പറയുന്നത്, ചത്തുപോയ പട്ടി എഴുന്നേറ്റ് വന്നുവെന്നോ? ഇപ്പൊ സൂസൻ തട്ടിക്കറി സംസാരിക്കാൻ തുടങ്ങാണ്. ഈ സമയത്താണ് പെട്ടെന്ന് പേടിച്ച് വിറച്ച ജോസഫ് അങ്ങോട്ടേക്ക് പാഞ്ഞു വരുന്നത്. അവന്റെ ആ ഒരു ഭയം എല്ലാം കണ്ടപ്പോ സൂസൻ ചോദിക്കുന്നുണ്ട്, അല്ല നിന്റെ തീയ എവിടെ പോയി, അതുപോലെ തന്നെ എഡ്ഗർ അയാളെവിടെ? പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഇപ്പൊ ജോസഫ് പറയാണ് അച്ഛൻ അവളെ കൊന്നു എന്ന് പറയാണ്. എന്നാൽ ഇത് കേട്ട് ആലീസിനും സൂസനും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്ത്, എഡ്ഗർ തീയെ കൊന്നു എന്നോ? ഞാൻ ഇത് വിശ്വസിക്കില്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് തന്നെ ആരും വന്ന് കഥക് തട്ടുകയാണ്. ഈ സമയത്ത് ജോസഫ് പറയുന്നുണ്ട് മിക്കവാറും അത് അച്ഛനായിരിക്കും, വാതിൽ തുറക്കണ്ടെന്ന് പറയാണ്. എന്നാലും പിന്നീട് സകല ധൈര്യം സംഭരിച്ച് വാതിൽ പോയി തുറക്കുകയാണ് കേട്ടോ. നോക്കുമ്പോൾ ആരാണ്, അവന്റെ അച്ഛൻ എഡ്ഗർ ആയിരുന്നില്ല, പകരം തീയായിരുന്നു. എന്തായാലും അവളുടെ ഇപ്പോഴത്തെ കോലം എനിക്ക് കാണിക്കാൻ കഴിയില്ല. അതായത് അവളുടെ തലയിലൂടെ ഈ ഹെഡ് റെസ്റ്റ് ഉണ്ടല്ലോ അതിന്റെ 2 കമ്പിയും തുളച്ച് കയറ്റിയിരിക്കുകയാണ്. ഇത് കണ്ട ഇവരെല്ലാവരും ഞെട്ടിത്തെരിച്ചങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ സാധനം, ഇതെന്താ സംഭവം എന്ന് ഇവർക്ക് തിരിയുന്നില്ല. പിന്നീട് ഇവർ നോക്കി നിൽക്കെ അവൾ അത് ഊരിയെടുക്കുകയാണ്. ഇതിനുശേഷം അവിടെ കത്തിക്കൊണ്ടിരിക്കുന്ന മെഴുകുതിരിയുടെ ചെറിയൊരു കോപ്പയുണ്ടായിരുന്നു, അതെടുത്ത് ഉരുകിയ മെഴുകുതിരി, അത് നല്ല ചൂടുണ്ടാവുമല്ലോ, അത് അവൾ വായിലേക്ക് ഒഴിച്ച് ജ്യൂസ് കുടിക്കുന്നത് പോലെ കുടിക്കുകയാണ്. എന്നിട്ട് ഇവർക്ക് നേരെ വന്ന് 3 എണ്ണത്തിനെയും ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടിക്കളിക്കുകയാണ്. ഇവിടെയൊക്കെ ഭയങ്കര വയലൻസ് ആണ്, ഇതൊന്നും കാണിക്കാൻ കഴിയില്ല. എന്തായാലും അവസാനം ഇവരെല്ലാവരും കൂടിയിട്ട് ബാധ കയറിയ തീയെ നേരെ ബേസ്മെന്റിലേക്ക് തള്ളിയിട്ട് വാതിൽ ലോക്ക് ചെയ്യാണ്. ഇതെല്ലാം കണ്ട് ഒന്നും മനസ്സിലാവാതെ സൂസൻ ചോദിക്കുന്നുണ്ട്, എടാ മോനെ ജോസഫേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എഡ്ഗർ എവിടെ പോയി? അപ്പൊ ജോസഫ് പറയണ, അമ്മേ നമുക്കൊന്നും പറയാനോ സംസാരിക്കാനോ നേരില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാന്ന് പറഞ്ഞിട്ട് ഇവർ 4 പേരും ആ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നേരം ചെറുതായിട്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പുറത്തേക്ക് ഇറങ്ങിയവർ മറ്റൊരു കാര്യം കണ്ട് ഞെട്ടുകയാണ്. എഡ്ഗർ ഒരു വല്ലാത്ത രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല അയാളുടെ കൂടെ ചത്തുപോയ ഒരു പട്ടിയുണ്ട്. അതുപോലെ തന്നെ ഇവർ നോക്കി നിൽക്കെ എഡ്ഗർ ഒരു സാധനം എടുക്കുകയാണ്. അയാളുടെ ബേക്കിലെ ആ ഒരു കീശയിൽ നിന്നും ഒരു ഗണ്ണ്, ഈ ഗണ്ണ് ജോസഫിന്റെ കയ്യിൽ നിന്നും മിസ്സായതാണ്, അതാണ് എഡ്ഗറിന്റെ കയ്യിലുള്ളത്. ആ ഗണ്ണെടുത്ത് എല്ലാവർക്കും നേരെ അയാൾ ചൂണ്ടുകയാണ്. വല്ലാത്തൊരു ചിരിയും ചിരിക്കുന്നുണ്ട്. ഇത് കണ്ട ജോസഫിന്റെ പാന്റ് വരെ നനഞ്ഞു പോവുകയാണ്. എന്നാൽ ഇവർ പ്രതീക്ഷിച്ചതുപോലെ ഇവരെ ആരും എഡ്ഗർ ഷൂട്ട് ചെയ്യുന്നില്ല. പകരം അയാളുടെ വായിൽ വെച്ച് തന്നെ ഗണ്ണ് പൊട്ടിക്കുകയാണ്. എന്നിട്ടും അയാൾ ചത്തുപോകുന്നുണ്ടോ? ഇല്ല, വീണ്ടും ആ ഒരു ഗണ്ണ് വെച്ച് തലയിൽ ഷൂട്ട് ചെയ്യാണ്. പല സ്ഥലത്തായിട്ട് ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതായത് എഡ്ഗർ എന്ന ഒരു മനുഷ്യൻ നേരത്തെ മരിച്ചുപോയി. അയാളുടെ ശരീരം ഒരു സാത്താൻ നിയന്ത്രിക്കുന്നതെന്ന് മാത്രം. എന്തായാലും അയാളുടെ തലയും വായും ഇതെല്ലാം പൊട്ടി തൂങ്ങിക്കെടുക്കുകയാണ്. ഇത് കണ്ട് പേടിച്ചുപോയി ഇവർ 4 പേരും വീണ്ടും വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വീടിന്റെ വാതിൽ സേഫ് ആയിട്ട് ലോക്ക് ചെയ്യാണ്. ഈ അവസ്ഥയിൽ പുറത്തേക്ക് പോകാൻ കഴിയില്ല. ഒരു സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കാൻ നോക്കുമ്പോൾ സിഗ്നലും കിട്ടുന്നില്ല. ഇതേ നേരം തന്നെ ബേസ്മെന്റിന്റെ ആ ഒരു വാതിലുണ്ടല്ലോ അതിൽ ശക്തിയായിട്ട് തന്നെ ബാധ കയറിയ തീയ അവളിങ്ങനെ അടിക്കുന്നുണ്ട്. കുറച്ചേരം കഴിഞ്ഞപ്പോൾ സൈലന്റ് ആവുകയാണ്. ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശി ഉണ്ടല്ലോ, അവർക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ്. അവർ പതിയെ ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അവര് വിളിക്കുകയാണ് ശരിക്കും ആ സാത്താൻ. ആ ചതിയിൽ മുത്തശ്ശി പെട്ടുപോകുന്നുണ്ട്. മാത്രമല്ല മുത്തശ്ശി പതിയെ ആ ഒരു വാതിലിന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ വാതിലിന്റെ ചെറിയൊരു ഭാഗം പൊളിച്ച് അതിലൂടെ ഇപ്പൊ തീയ മുത്തശ്ശിയെ നോക്കുകയാണ്. ഇപ്പൊ തീയ വളരെ ശാന്തമായിട്ട് തന്നെ മുത്തശ്ശിയോട് പറയാണ്, ഈ വാതിൽ ഒന്ന് തുറന്നു തരുമോ? അപ്പൊ മുത്തശ്ശി ചോദിച്ചു, ഞാൻ എന്തിനാ വാതിൽ തുറക്കുന്നേ? വാതിൽ തുറന്നു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? ആ, നീ നേരത്തെ എടുത്ത എന്റെ കാശ് നീ തിരിച്ചു തരുമോ? അപ്പൊ തന്നെ തീയ പറയാണ്, ആ മുത്തശ്ശിയുടെ കാശ് ഞാൻ തരാം, എന്നാ ഞാൻ തുറന്നു തരാന്ന് പറഞ്ഞിട്ട് ബുദ്ധിയില്ലാത്ത ഈ മുത്തശ്ശി പോയിട്ട് വാതിൽ തുറക്കുകയാണ്. തുറന്നതേ മുത്തശ്ശിക്ക് ഓർമ്മയുള്ളൂ. ഒരൊറ്റ ചവിട്ടിന് മുത്തശ്ശിയെ തെറിപ്പിച്ച് കളയാണ് തീയ. മുത്തശ്ശിയുടെ ആ ഒരു നിലവിളി കേട്ടപ്പോ തന്നെ
തന്നെ നമ്മുടെ ആലീസിനും ജോസഫിനും കാര്യം മനസ്സിലായി. രണ്ടുപേരും ഒരു സ്ഥലത്ത് പോയിട്ട് ഒളിക്കുകയാണ്. അതുപോലെ തന്നെ ജോസഫ് ആലീസിനോട് പറയുന്നുണ്ട്, നമുക്കിനി ഒരേ ഒരു വഴിയുള്ളൂ, ആ ആയുധം കണ്ടുപിടിച്ച് അത് വെച്ച് ഇതിനെ കൊല്ലണം, നശിപ്പിക്കണം. എത്രയും പെട്ടെന്ന് നീയും അമ്മയും കൂടെ പോയിട്ട് അത് കണ്ടുപിടിക്കുക, ഞാൻ ഇവളെ തടുത്തോളാം എന്ന് പറയണം. അങ്ങനെ ഒരു ലൈറ്റിന്റെ സ്റ്റാൻഡ് എടുത്ത് അവൻ നേരെ ഇപ്പോ ബാധ കയറിയ തീയെ തേടി പോവാണ്. എന്നാൽ അവിടെ എവിടെയും അവളെ കാണാനില്ല. ഇതേ സമയം തന്നെ ആ കത്തി തേടി പോയ ആലീസ് അവളുടെ തൊട്ട് മുകളിൽ തന്നെ ഈ തീ ഉണ്ടായിരുന്നു. ആലീസിന്റെ ദേഹത്തേക്ക് അവൾ ചാടി വീഴുന്നുണ്ട്. അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ആലീസ് നമ്മുടെ ജോസഫിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എടാ എങ്ങനെയെങ്കിലും വന്ന് എന്നെ രക്ഷപ്പെടുത്തടാന്ന്. എന്നാൽ ആ സമയത്ത് തീയ പറയണം, നീ അവനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല, അവൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. ഒരു മൊണ്ണയാണ് അവൻ, ഒരംശം പോലും ധൈര്യമില്ലാത്ത ആണത്തമില്ലാത്തവൻ. അവന്റെ ഗേൾഫ്രണ്ട് ചാവുമ്പോ അത് നോക്കി നിന്നവനാണ്, പേടിച്ചോടിയവനാണ്. അവൻ എന്തായാലും വന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല, അതിനുള്ള ധൈര്യം അവനില്ല. എന്തായാലും ഇതിനുശേഷം സൂസനെ തീയ കയറി പിടിക്കുകയാണ്. എന്നിട്ട് അവരെ ചുരുട്ടിയെടുത്ത് എറിയുന്നുണ്ട്. പിന്നെ നേരെ പോകുന്നത് ജോസഫിന്റെ അരികിലേക്കാണ്. അവനാണെങ്കിൽ ഇപ്പൊ പേടിച്ച് കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിൽ എന്തോ ഒരു ആയുധമുണ്ട്, അതിങ്ങനെ മുന്നോട്ടേക്ക് നീട്ടിപ്പിടിച്ച് എന്റെ അടുത്തേക്ക് വരരുത് എന്ന് പറയുന്നുണ്ടെങ്കിലും തീയ പതിയെ അവന്റെ അടുത്തേക്ക് പോണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നെ തടുക്കാൻ മാത്രമുള്ള ധൈര്യമൊക്കെ നിനക്ക് ഉണ്ടോടാ? സത്യമാണ്, ജോസഫിന് അതിന് മാത്രമുള്ള ധൈര്യമൊന്നുമില്ല. അവനിപ്പോ പിന്നിലേക്ക് തീയ തള്ളിയിടുകയാണ്. ഇതേ നേരം തന്നെ കിച്ചണിൽ റാക്കുകൾ ഉണ്ടാവുമല്ലോ, കത്തി മാത്രം വെക്കുന്ന റാക്ക്, അങ്ങനെ ഒരു റാക്കിലേക്ക് അവൻ പുറം അടിച്ച് വീഴുന്നുണ്ട്. അതിലുണ്ടായിരുന്ന കത്തികളെല്ലാം ഒരേ സമയം അവന്റെ പുറത്ത് കയറുന്നുണ്ട്. വല്ലാതെ വേദനിച്ച് അവൻ കരയാണ്. ഇതേ നേരം തന്നെ തീയ അവന്റെ മേത്തേക്ക് കയറിയും കിടക്കുകയാണ്. ആ ബലത്തില് ആ റാക്ക് പൊട്ടി താഴേക്ക് വീണപ്പോ വീണ്ടും ആ കത്തികൾ ഒന്നുകൂടെ അവന്റെ ദേഹത്ത് കയറുകയാണ്. നിലവിളിച്ച് കയറുകയാണ്, അസഹനീയമായ വേദന. ഈ സമയത്താണ് ബുദ്ധിയും ബോധവും ഇല്ലാത്ത നമ്മുടെ മുത്തശ്ശി ജോസഫിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു കാര്യം ചെയ്യുന്നത്. അതായത്, സാത്താനെ, നീ തേടിക്കൊണ്ടിരിക്കുന്ന ആ സാധനം അതെവിടെയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറയാണ്. അതായത് ഇവരെല്ലാവരും ഈ പിശാചിനെ നശിപ്പിക്കാനുള്ള ആ ഒരു കത്തി തേടി പോവാന്ന് പിശാചിന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇവരെല്ലാവരെയും ആ പിശാച് തടുക്കാൻ നോക്കുന്നത്. ഇപ്പൊ മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോ ആ കത്തി ആയിരിക്കും മുത്തശ്ശി തരാൻ പോകുന്നതെന്ന് ഈ പിശാച് സാത്താൻ വിശ്വസിക്കുകയാണ്. എന്നിട്ട് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാണ്. മുത്തശ്ശിയാണെങ്കിലോ ഈ സ്റ്റെയർ കേസ് നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് കയറി പോകാനായിട്ട് ഒരു ചെയർ വെച്ചായിരുന്നു. ആ ചെയറിലിരുന്ന് പതിയെ മുകളിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ മുകളിലേക്ക് എത്തിയ മുത്തശ്ശിയുടെ അടുത്തേക്ക് ഇപ്പൊ തീയ വരികയാണ്. അതായത് ആ പിശാച്. എന്തായാലും കയറി വന്ന പിശാച് അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയണം, ഞാൻ എടുത്തു വെച്ച എന്റെ എല്ലാ കാശും ആ കട്ടിലിനടിയിലുണ്ട്, നീ പോയി എടുത്തോ എന്ന് പറയണം. ഇപ്പൊ പിശാചിന്, അതായത് ആ സാത്താന് ഇത് കേട്ടപ്പോ നന്നായിട്ട് ദേഷ്യം വരികയാണ്. കള്ള തള്ളേ, നിന്റെ തലച്ചോറ് ഞാൻ ഇന്ന് പുറത്തേക്ക് എടുക്കും. ഇത് പറഞ്ഞ് ആദ്യം മുത്തശ്ശിയുടെ വായിലേക്ക് കൈയിടും. എന്നിട്ട് മുത്തശ്ശിയുടെ ആ ഒരു വെപ്പ് പോലെ ഉണ്ടല്ലോ അതങ്ങോട്ട് ഊരിയെടുക്കും. എന്നിട്ട് ഈ തീയ അത് അവളുടെ വായിലിട്ട് നന്നായിട്ടൊന്ന് ഊമ്പിയെടുത്ത് അത് മുത്തശ്ശിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കും. ഇവിടെ ഞാനും വൈഫും കൂടെ ഈ ഒരു സീന് കാണുന്ന സമയത്ത് എന്റെ വൈഫ് ഛർദ്ദിക്കാൻ വന്ന് ഓടിപ്പോയി. അങ്ങനത്തെ ഒരു സീനാണിത്. എന്തായാലും ഇതിനുശേഷം മുത്തശ്ശിയെ വീണ്ടും ഉപദ്രവിക്കാനായിട്ട് മുത്തശ്ശിയുടെ ആ ഒരു പാവാട പതിയെ പൊന്തിക്കുകയാണ്. അപ്പൊ മുത്തശ്ശിക്ക് ഒരു കാലില്ല, അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് നടക്കാൻ കഴിയാത്തത്. എന്നാൽ ഈ സമയത്താണ് ആലീസ് ഒരു ലൈറ്റ് സ്റ്റാൻഡുമായിട്ട് അങ്ങോട്ടേക്ക് വന്ന് അത് വെച്ച് തീയക്കിട്ട് ഒരൊറ്റ അടി അടിക്കുന്നത്. അവളിപ്പോ ആ ഒരു സ്റ്റെയർ കേസിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ജോസഫ് അങ്ങോട്ടേക്ക് വന്ന് അവന്റെ കയ്യിൽ കിട്ടിയ ഇരുമ്പിന്റെ ഒരു പ്ലേറ്റ് ഉണ്ട്, അത് വെച്ച് ഈ തീയുടെ മുഖം അടിച്ച് പൊളിക്കുകയാണ്. എന്തായാലും ആ സീൻ എനിക്ക് കാണിക്കാൻ കഴിയില്ല, നിങ്ങൾ സങ്കല്പിച്ചാൽ മതി കേട്ടാ. അടിച്ച് പൊളിക്കാന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ ഒരു ഭാഗമൊക്കെ പൊട്ടി പൊളിഞ്ഞ് തലച്ചോറ് വരെ പുറത്തേക്ക് ചാടുന്നുണ്ട്. എന്തായാലും കുറച്ചു നേരത്തേക്ക് ഒരു ആശ്വാസമുണ്ട്. ഈ സമയത്ത് തന്നെ ജോസഫിന്റെ അടുത്തേക്ക് വന്ന ആലീസ് ചോദിക്കുകയാണ്, ജോസഫെ, നിനക്ക് എന്തെങ്കിലും അറിയെങ്കിൽ പറ, ആ പുസ്തകം അതിനും ഇതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ആദ്യമെല്ലാം ജോസഫ് ഒന്ന് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും ഇപ്പൊ ആലീസിനോട് സത്യങ്ങൾ വിളിച്ചു പറയണം. അതായത് അവന്റെ മുത്തശ്ശൻ ആൾക്കൊരു പ്രാന്താണ്, ബുക്ക് ഓഫ് ഡെത്ത് എന്ന് പലരും പറഞ്ഞു നടന്ന ആ ബുക്കിനെ തേടി അയാൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. അവസാനം അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അതിൽ എഴുതിയ ചില വാക്കുകൾ അത് വായിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ പൂട്ടിയിട്ട ചില സാത്താന്മാര് പുറത്തേക്ക് വരും എന്നുവരെ അതിൽ എഴുതിയിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ സർവനാശമാണ്. പക്ഷെ അതിനെ തടുക്കാനായിട്ട് അപ്പൂപ്പൻ തന്നെ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്, അതൊരു കത്തിയാണ്. അപ്പൊ ആ കത്തി എവിടെയെന്ന് ആലീസ് ചോദിക്കുമ്പോൾ അത് മുകളിലെ എന്റെ റൂമിലുണ്ട് എന്ന് പറയണം. എന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അത് കണ്ടുപിടിക്കണം എന്ന് പറയണം. ഇതിനുശേഷം കാണിക്കുന്നത് സൂസനെയാണ്. സൂസൻ ഇപ്പോൾ അവളുടെ അമ്മ, അതായത് മുത്തശ്ശിയെ കൊണ്ടുപോയിട്ട് റൂമിൽ കിടത്തിയിട്ടുണ്ട്. അമ്മ തൽക്കാലം വിശ്രമിച്ചോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ നോക്കാന്ന് പറയണം. എന്നാൽ ആകെ പേടിച്ചു പോയ മുത്തശ്ശി പറയണം, മോളെ എനിക്ക് വല്ലാണ്ട് പേടിയാവുന്നു, കട്ടിലിനടിയിൽ ആരെങ്കിലും ഉണ്ടോ, മോളൊന്നും നോക്കിയെന്ന് പറയണം. ഇപ്പൊ സൂസൻ കട്ടിലിനടിയിലേക്ക് നോക്കുന്നുണ്ട്, അവിടെയൊന്നും ആരും ഇല്ലായിരുന്നു. പിന്നീട് അമ്മയോട് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് സൂസൻ പോകാൻ നിൽക്കുമ്പോൾ അവളെ പിന്നിൽ നിന്നും അവളുടെ അമ്മ വിളിക്കാണ്, മോളെ സൂസൻ. ഇത് കേട്ട് സൂസൻ ആകെ ഞെട്ടിപ്പോവാണ്. കാരണം അമ്മയ്ക്ക് സ്വബോധമില്ലാതെയായിട്ട് കുറെ നാളായി ഇതുപോലെ നല്ല രീതിയിലൊന്നും അമ്മ അവളെ വിളിക്കാറില്ല. മാത്രമല്ല, എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവളുടെ അമ്മ ആ കട്ടിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. പക്ഷെ അവരെ കാണാൻ കഴിയുന്നില്ല. അവരുടെ ദേഹത്ത് ആ വെള്ള തുണിയാണ്. ഓടിച്ചെന്ന നമ്മുടെ സൂസൻ അമ്മയെ കെട്ടിപ്പിടിക്കുകയാണ്. അമ്മേ, നിങ്ങൾക്കിപ്പോ ഓക്കെ ആണല്ലോ, എനിക്ക് സന്തോഷമായി അമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ദേഹത്ത് നിന്ന് ആ തുണി പതിയെ താഴേക്ക് വീഴാണ്. ഒരു വല്ലാത്ത ചിരി. സ്വന്തം മോളെ നോക്കി മുത്തശ്ശി ചിരിക്കുകയാണ്. ആഹാ, ആ ചിരി കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇപ്പൊ അവളുടെ അമ്മ അവളോട്
പറയാണ്, മോളെ നിന്റെ കെട്ടിയവൻ പുറത്ത് നിൽക്കുന്നുണ്ട്, നീ അവനോട് പോയിട്ടൊന്ന് സംസാരിക്കുന്നു പറയാണ്. അങ്ങനെ സൂസൻ നേരെ ജനാലയുടെ അടുത്തേക്ക് വരികയാണ്. ജനാല തുറന്നു കൊടുക്കുകയാണ്. വളരെ വൃത്തിയായിട്ടൊരു സീനുണ്ട്, അതെനിക്കിപ്പോൾ കാണിക്കാൻ കഴിയില്ല. അതായത് തലയുടെ പകുതി ഭാഗം പൊട്ടി ചിതറിയിട്ടുണ്ട്. ആ മനുഷ്യന്റെ അടുത്തേക്ക് ചെന്ന് സൂസൻ അയാളെ ഇപ്പോൾ ലിപ് ലോക്ക് അടിക്കാൻ തുടങ്ങുകയാണ്. അതോടുകൂടിയിട്ട് സൂസന് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ. പിന്നീട് സൂസൻ നേരെ വരുന്നത് ജോസഫിന്റെ അരികിലേക്കാണ്. എന്നിട്ട് ജോസഫിനോട് പറയണ, മോനെ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും. ആ സാത്താൻ നമ്മുടെ മുത്തശ്ശന്റെ കയ്യിലുള്ള എന്തോ ഒന്ന് തേടി വന്നതാണ്, നീ അതിനത് കൊടുത്തേക്കെന്ന് പറയണം. എന്നാൽ ഒന്നും അറിയാത്തതുപോലെ ജോസഫ് പറയണ, ഏയ് അങ്ങനെയൊന്നുമില്ല, എനിക്ക് അത് എന്താന്ന് പോലും അറിയില്ല. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന സൂസൻ ഒന്നുകൂടെ അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും എനിക്ക് അറിയില്ല എന്ന് ജോസഫ് പറയാണ്. പെട്ടെന്നാണ് അവിടെയുള്ള ലൈറ്റുകളൊക്കെ ഓഫ് ആവുന്നത്. മാത്രമല്ല വീടിന്റെ ഉള്ളിലേക്ക് എഡ്ഗറും ചാടി കയറി വരുന്നുണ്ട്. മാത്രമല്ല ജോസഫിന് എടുത്തൊരു ഏറ് കൊടുക്കുകയാണ്. ഇതേ നേരം തന്നെ സൂസൻ ഇപ്പോൾ ഈ ഒരു എഡ്ഗറിനെ നോക്കിയിട്ട് പറയാണ്, അല്ല എന്റെ മോനെ ഉപദ്രവിക്കില്ല, നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, നിനക്ക് വേണ്ട ഒരു കത്തി നിനക്ക് കിട്ടിയാ പോരെയെന്ന് എഡ്ഗറിനെ നോക്കി സൂസൻ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മെഴുകുതിരിയുടെ സ്റ്റാൻഡ് എടുത്തിട്ട് സൂസന്റെ മോന്ത നോക്കി എഡ്ഗർ ഒരൊറ്റ അടിയാണ്. മാത്രമല്ല പിന്നീട് നിലത്ത് വീണെടുക്കുന്ന ജോസഫിനെ തന്നെ വലിച്ചഴിച്ച് എഡ്ഗർ നേരെ കൊണ്ടുപോകുന്നത് തിയയുടെ അടുത്തേക്കാണ്. തിയയുടെ അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ അവളുടെ മൃതദേഹത്തിനരികിലേക്ക്, അവളുടെ തലയൊക്കെ ആകെ പൊട്ടിച്ചെതറി കിടക്കുകയാണല്ലോ, അതിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അവന്റെ തല പിടിച്ച് തിയ ഉണ്ടല്ലോ അവളുടെ മുഖത്തിനോട് ചേർത്ത് വെച്ചിട്ട് വെക്കടാവുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് സഹിക്കാൻ കഴിയാതെ ജോസഫ് അവസാനം സമ്മതിക്കുകയാണ്, ആ കത്തി എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു തരാന്ന് പറയാണ്. ഇപ്പൊ ബാധ കയറിയ അവന്റെ അച്ഛൻ അവനൊന്ന് വിടുന്നുണ്ട്. ഇതേ സമയത്ത് ജോസഫിന് അവന്റെ ചേട്ടൻ വില്യം ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ആ ഒരു പേനയുണ്ടല്ലോ അത് വെച്ച് എഡ്ഗറിനിട്ട് ഒരേറ്റ കുത്തു കൊടുക്കുകയാണ്. ഇതിൽ വീണ്ടും സാത്താന് ദേഷ്യം വരികയാണ്. പിന്നീട് പാവം നമ്മുടെ ജോസഫിനെ എന്തൊക്കെയാ ചെയ്യുന്നത്, എടുത്തിട്ട് അലക്കാൻ തുടങ്ങുകയാണ്. അങ്ങോട്ടേക്കൊരു ഏറി ഇങ്ങോട്ടേക്കൊരു ഏറി. ഇതിനിടയിൽ നമ്മുടെ ജോസഫ് ആലീസിനെ കാണുന്നുണ്ട്. ദയനീയമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ആ ഒരു കത്തി കണ്ടുപിടിച്ചുകൊണ്ട് വാന്ന് പറയണം. അങ്ങനെ ആ കത്തി കണ്ടുപിടിക്കാനായിട്ട് ആലീസ് പോകുന്ന സമയത്താണ് എഡ്ഗർ കൊണ്ടുപോയി വെച്ച മിഷീൻ ഉണ്ടല്ലോ, പുല്ലെല്ലാം കട്ട് ചെയ്യുന്ന ഒരു മിഷീൻ, അത് അവള് കാണുന്നത്. നോക്കുമ്പോൾ അതിൽ എണ്ണയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാകാൻ നോക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്തായാലും ആ സാധനം കയ്യിൽ പിടിച്ച് അവള് പതിയെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതേ സമയം തന്നെ സൂസൻ പതിയെ മുകളിലേക്ക് എഴഞ്ഞു പോകുന്നത് ആലീസ് കാണുന്നുണ്ട്. പതിയെ മുകളിലേക്ക് ആലീസും പോവാണ്. ഇതേ നേരം നിലത്ത് വീണ ഏതോ ഒരു ഫോട്ടോയിൽ അവൾ ചവിട്ടി പോകുന്നുണ്ട്. അതേതാണ് ഫോട്ടോ എന്ന് നോക്കാൻ വേണ്ടി അവൾ പതിയെ എടുത്ത് നോക്കിയപ്പോൾ അവളുടെ തൊട്ട് പിന്നിലേക്ക് നമ്മുടെ മുത്തശ്ശി വരികയാണ്. മുത്തശ്ശിയുടെ ഉള്ളിലും ഇപ്പൊ പിശാച് കയറി കഴിഞ്ഞു. ഇനി എന്തുണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആലീസിനിട്ട് അലക്കുകയാണ്. മാത്രമല്ല അവള് കൊണ്ടുവന്ന ഒരു മിഷീൻ ഉണ്ടല്ലോ അതിന്റെ ബ്ലേഡിൽ തന്നെ അവളുടെ മുഖം അമർത്തി പിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ ജോസഫ് എഡ്ഗറിനെ കുത്തിയ ഒരു പേനയുണ്ടല്ലോ ആ പേന ഇപ്പോൾ ഈ മുത്തശ്ശിയുടെ കയ്യിലാണ്. ആ പേന വെച്ച് അവളുടെ ഒരു ചെവിയിലേക്ക് കുത്തി കയറ്റാൻ നോക്കുകയാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ നമ്മുടെ ആലീസ് മുത്തശ്ശിയുടെ കൈ ഇറുക്കി പിടിച്ചിട്ടുണ്ട്. ഇതേ നേരത്തിന് അവിടെ ഇപ്പോൾ ആരുണ്ട്, സൂസനുണ്ട്. സൂസനെ നോക്കിയിട്ട് മുത്തശ്ശി പറയാണ്, ആ മിഷീന്റെ സ്വിച്ച് അങ്ങോട്ടേക്ക്, കാരണം നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വന്നവളാണ് ഇവള്, നിന്റെ മകൻ മരിക്കാൻ കാരണം ഇവളാണ്, ഇവളെ അങ്ങ് കൊന്നേക്ക്. ഇത് കേട്ടപ്പോൾ ചെറുതായിട്ട് ഒബ്സസ് ആയി കിടക്കുന്ന ഈ സൂസൻ ഉണ്ടല്ലോ പതിയെ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ സ്വിച്ച് ഇടാൻ അങ്ങനെ നോക്കുകയാണ്. ഇതേ നേരം തന്നെ മുത്തശ്ശി അവളുടെ ചെവിയിലേക്ക് ആ പേന കുത്തിക്കയറ്റി. അതുപോലെ തന്നെ സൂസൻ വന്ന് ആ ഒരു സ്വിച്ച് ഇടാൻ നോക്കുമ്പോഴേക്കും പെട്ടെന്ന് എങ്ങനെയൊക്കെയോ കയ്യിൽ കിട്ടിയ ഒരു ഗ്ലാസിന്റെ കഷ്ണം എടുത്ത് മുത്തശ്ശിയുടെ കണ്ണിലേക്ക് അവൾ ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ചാടി എഴുന്നേൽക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് മുകളിലെ റൂഫ് തകർത്തുകൊണ്ട് താഴേക്ക് ജോസഫും എഡ്ഗറും വന്ന് വീഴുന്നത്. ഇപ്പൊ ആലീസ് നോക്കുമ്പോൾ ജോസഫ് മരണപ്പെട്ടിട്ടുണ്ട്. കാരണം അവൻ അത്രത്തോളം ക്രൂരമായിട്ടാണല്ലോ എഡ്ഗർ മർദ്ദിച്ചുകൊണ്ടിരുന്നത്. എഡ്ഗറിന്റെ അടുത്ത ലക്ഷ്യം ഇവരാണെന്ന് മനസ്സിലായ നമ്മുടെ ആലീസ് വേഗം തന്നെ ഒറ്റയ്ക്ക് രക്ഷപ്പെടുമ്പോൾ സൂസനെയും കൂടെ കൂട്ടിപ്പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ബാത്റൂമിന്റെ ഉള്ളിൽ കയറിയിട്ട് കഥ കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് സൂസൻ നമ്മുടെ ആലീസിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കാൻ തുടങ്ങുകയാണ്. നീ കാരണമാടി ഇതൊക്കെ സംഭവിക്കുന്നത്, എന്റെ മോന്റെ ജീവിതം നീ ഇല്ലാതാക്കി, ഞങ്ങളുടെയും ലൈഫിനെ നീ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക, ഞങ്ങളുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ വന്നവളാണ് നീ. എന്നാൽ ഇത് കേട്ട ആലീസ് പറയാണ്, ആരുടെ ജീവിതത്തെ നശിപ്പിച്ചു എന്നാ പറയുന്നത്, നിങ്ങളുടെ മകന്റെ ജീവിതത്തെ ഞാൻ നശിപ്പിച്ചു എന്ന് അല്ലേ? എന്നാൽ നിങ്ങളുടെ മകൻ എന്നോട് കാണിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതാ കാണുന്നു പറഞ്ഞിട്ട് അവളുടെ ആ ഒരു ടീഷർട്ട് പൊന്തിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അതായത് വില്യം ഒരു പ്രാന്തനായിരുന്നു. ദേഷ്യം വന്നാൽ ആലീസിനെ വളരെ മൃഗീയമായിട്ട് ഉപദ്രവിക്കാറുണ്ട്. ഒരുപാട് കാലം അവളങ്ങനെ സഹിച്ചു നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ അന്ന് അവർ രണ്ടുപേരും അവിടുന്ന് വഴക്കിട്ടപ്പോൾ ആലീസ് കുറച്ച് ഓവറായിട്ട് റിയാക്ട് ചെയ്തില്ലേ, അതിന്റെ കാരണമൊക്കെ ഇതായിരുന്നു. എന്നാൽ ഇതേ സമയം തന്നെ സൂസന്റെ ഉള്ളിലേക്ക് വീണ്ടും ആ ഒരു പിശാച് ഒന്നുകൂടി കൂടുതലായിട്ട് കയറുകയാണ്. ഇപ്പൊ നമ്മുടെ ആലീസിന് ഒരു കാര്യം മനസ്സിലായി, ഇനി ഇവരെ നോക്കി നിന്നിട്ട് കാര്യമില്ല. അവളിപ്പോ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മിഷീൻ എടുക്കുകയാണ്. അതിന്റെ ഒരു ഭാഗം വലിയൊരു ബ്ലേഡ് ആണല്ലോ, അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വെച്ചിട്ട് സൂസന്റെ ബോഡിയുടെ പല ഭാഗത്തായിട്ട് കീറി മുറിക്കുകയാണ്. എന്നിട്ട് അവൾ നേരെ മുകളിലേക്കാണ് പോകുന്നത്. അതായത് ജോസഫിന്റെ മുറിയിൽ അവന്റെ ബാഗിൽ കത്തി ഉണ്ട് എന്ന് പറയല്ലേ, ആ കത്തി എടുക്കാനായിട്ട്. ഇപ്പൊ വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് ആ ബാഗിൽ അവളത് പരിശോധിക്കുന്ന സമയത്ത് താഴെ നിന്നും നമ്മുടെ ജോസഫിന്റെ ശബ്ദം കേൾക്കണം, നീ അത് നോക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരാം, ഞാൻ എടുത്തു തരാന്ന്. എന്നാൽ ആലീസിന് മനസ്സിലായി അത് അവന്റെ ശബ്ദമല്ല. അവള് വീണ്ടും ആ ഒരു കത്തി തേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ബാഗ് താഴേക്ക് വീണു. അതിൽ ഒരുപാട് കത്തികളുണ്ട്. ഇതിലേതാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇതേ നേരം തന്നെ അതിന്റെ ആ ഒരു റൂഫ് പൊളിച്ച് മുകളിലേക്ക് ജോസഫ് വരുന്നുണ്ട്. അവളുടെ കയ്യിൽ കിട്ടിയ ഓരോ കത്തിയും വെച്ച് അവൾ കുത്തുന്നുണ്ട് കേട്ടോ. എന്നാൽ സാത്താനായി മാറിയ ജോസഫിന് ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ പല കത്തിയെടുത്ത് അവൾ എങ്ങനെയൊക്കെയോ ട്രൈ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ കല്ല് പോലെ തോന്നിക്കുന്ന ഒരു
ഒരു കത്തി എടുത്ത് കുത്തിയപ്പോൾ അവൻ താഴേക്ക് വീഴുകയാണ്. അപ്പം നമ്മുടെ ആലീസിന് മനസ്സിലായി ഇതാണ് ആ ഒരു കത്തിയെന്ന്. പിന്നീട് ആ കത്തിയും അതുപോലെ തന്നെ ആ മെഷീനും എടുത്ത് അവൾ നേരെ മുകളിലേക്ക് കയറുന്നുണ്ട്. അവളുടെ പിന്നാലെ തന്നെ ഇപ്പൊ സൂസനും വരുന്നുണ്ട്. എന്തായാലും ഈ റൂഫ് വഴി താഴേക്ക് ഇറങ്ങാൻ കഴിയില്ല. അപ്പോഴാണ് അവൾ അവിടെ ആ ഒരു ചിമ്മിനി കാണുന്നത്. അതുവഴി അവൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. മാത്രമല്ല അവളുടെ പിന്നാലെ വന്ന സൂസനെ വീണ്ടും ആ ഒരു മെഷീൻ വെച്ച് അവൾ വെട്ടിക്കീറി മുറിക്കുന്നുണ്ട്. അപ്പോഴേക്കും ചിമ്മിനിയിലൂടെ അവൾ താഴേക്ക് വീണിരുന്നു കേട്ടോ. അതുവഴി അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എഡ്ഗർ ഇപ്പോൾ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാളിൽ നിന്നും രക്ഷപ്പെടാനും അവൾ അതേ മെഷീൻ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗവും അത് വെച്ച് മുറിച്ച് കളയാണ്. മാത്രമല്ല അവിടെ ഓൾറെഡി പെട്രോളും കാര്യങ്ങളൊക്കെ മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അതിലേക്ക് തീ വെച്ച് കൊടുക്കുകയാണ്. അതായത് എഡ്ഗർ ഇപ്പോൾ ആ ഒരു തീയിൽ പെട്ടുപോകുന്നുണ്ട്. മാത്രമല്ല പിന്നീട് എങ്ങനെയൊക്കെയോ നമ്മുടെ ആലീസ് പുറത്തേക്ക് വരികയാണ്. എന്നാൽ ഇതേ നേരം തന്നെ ബാധ കയറി ആ ഒരു നായ ഉണ്ടല്ലോ, അതും അവളുടെ നേരെ ചാടി വീഴാണ്. ഈ സമയത്ത് അവൾ ആ ഒരു കത്തി ഉപയോഗിക്കുന്നുണ്ട്. അത് വെച്ച് ഒരൊറ്റ കുത്തിയപ്പോഴേക്കും ആ നായ ചത്തുപോവാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാം തീർന്നു എന്ന് കരുതി നിൽക്കുമ്പോഴാണ് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വീട്ടിന്റെ ഉള്ളിൽ നിന്നും എഡ്ഗർ വീണ്ടും പുറത്തേക്ക് വരുന്നത്. അയാളുടെ ശരീരത്തിന്റെ പല ഭാഗവും കത്തി എരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഇപ്പോഴും ആ ശരീരത്തെ സാത്താൻ നിയന്ത്രിക്കുകയാണ്. അത് പതിയെ പുറത്തേക്ക് വന്നു. ഭീകരമായ ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെ പുറത്തേക്ക് വന്ന ആ സാത്താൻ നമ്മുടെ ആലീസിനോട് പറയണം, നമുക്കൊരു ഡീൽ ഉണ്ടാക്കാം. നീ ആ ഒരു കത്തി എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. പക്ഷെ തരാതെ എന്നെ കളിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ പോകുമ്പോൾ നരകത്തിലേക്ക് നിന്നെയും ഞാൻ കൂടെ കൊണ്ടുപോകും. അത് നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മര്യാദക്ക് ആ ഒരു കത്തി തന്നോന്ന് പറയാണ്. ഇപ്പൊ ആലീസ് ആ ഒരു കത്തി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ആ ഒരു ആശയക്കുഴപ്പത്തിലാണ്. എന്നാലും ചെകുത്താനല്ലേ, അവനുമായിട്ട് ഡീൽ ഉണ്ടാക്കിയത് കൊണ്ട് ഒരു കാര്യമില്ല, അവൻ എന്തായാലും പറ്റിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആലീസ് ആ കത്തിയുമായിട്ട് അവിടുന്ന് ഓടുകയാണ്. അവളുടെ പിന്നാലെ തന്നെ പിശാചായി മാറിയ എഡ്ഗറും ഉണ്ട്. ഓടി അവസാനം അവൾ ഇപ്പൊ എത്തിയിട്ടുള്ളത് എന്തോ ഒരു ഫാക്ടറി പോലെ ഒരു സ്ഥലത്തേക്കാണ്. ഓടുന്നതിനിടയിൽ കാല് തെറ്റി കാലിൽ ഒരു കമ്പി കയറി അവൾ അവിടെ വീണു പോവാണ്. കയ്യിൽ നിന്നും ആ ഒരു കത്തിയും തെറിച്ചു പോകുന്നുണ്ട്. അതുപോലെ ചെറിയൊരു അപകടത്തിൽ, അതൊരു ഫാക്ടറി ആണല്ലോ, ഒരു പൈപ്പിന് എന്തോ ഒരു ഡാമേജ് വന്നപ്പോൾ അതിലൂടെ നല്ല തിളക്കുന്ന ടാറ് പോലെയുള്ള എന്തോ ഒന്ന് അവിടെ അങ്ങനെ നിറയുന്നുണ്ട്. ഇതേ സമയത്തിന് നമ്മുടെ ആലീസ് അവൾക്ക് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല. കാലിൽ നല്ലൊരു മുറിവായി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ആ ഒരു പിശാച് എഡ്ഗർ അവൾ പിടിക്കുകയാണ്. ക്രൂരമായിട്ട് ഉപദ്രവിച്ച് ആ ഒരു കത്തി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ആലീസ് അവളുടെ കീശയിൽ നിന്നും ഒരു കത്തി എടുത്ത് ആ ടാറിലേക്ക് ഒറ്റ ഏറ് കൊടുക്കണം. ദാ കത്തി അവിടെ ഉണ്ട്, അത് പോയി എടുത്തു എന്ന് പറയണം. ഈ കത്തി ഏതാന്ന് മനസ്സിലായോ? ഞാൻ സിനിമയുടെ ആരംഭത്തിലേ പറഞ്ഞായിരുന്നു ഈ സീനൊന്ന് ഓർത്തു വെച്ചോ എന്ന്. അതായത് എഡ്ഗർ അയാളുടെ കൈ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ചെന്ന് ആലീസ് അതിനെ തടുത്തില്ലേ, ആ സമയത്ത് എഡ്ഗറിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തിയായിരുന്നു ഇത്. എന്തായാലും പിശാച് ഇപ്പോൾ ആലീസ് പറഞ്ഞത് വിശ്വസിച്ച് ആ കത്തി എടുക്കാനായിട്ട് നേരെ ആ താറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുകയാണ്. ഇതേ നേരം തന്നെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് പോയ ആലീസ് കോൺക്രീറ്റ് എല്ലാം പൊട്ടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അത് എടുത്തുകൊണ്ടുവന്ന് ഇതിന്റെ മേത്തേക്ക് അങ്ങോട്ട് കുത്തി കയറ്റാൻ തുടങ്ങുകയാണ്. മാത്രമല്ല കുറച്ചപ്പുറത്ത് വീണെടുക്കുന്ന ആ കത്തി ഉണ്ടല്ലോ, ആ കത്തിയും അവൾ എടുത്തു കൊണ്ടുവന്ന് ഈ പിശാചിന്റെ ദേഹത്തേക്ക് ഒരൊറ്റ കുത്തു കൊടുക്കുകയാണ്. എന്നാൽ അവളെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ആ പിശാച് ഇപ്പോ വില്യത്തിന്റെ രൂപത്തിലേക്ക് വരുന്നുണ്ട്. അവളെ മാനസികമായിട്ട് കീഴ്പ്പെടുത്താൻ നോക്കുകയാണ്. എന്നാൽ അതിലൊന്നും വീഴാതെ പൂർണ്ണമായിട്ടും ആ കത്തി കൊണ്ട് അവൾ ആ പിശാചിനെ നശിപ്പിക്കുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ അവൾ എഴയാൻ തുടങ്ങുകയാണ്. നടക്കാനൊന്നും കഴിയുന്നില്ല. ഒരു വിധത്തിൽ ഇപ്പൊ മെയിൻ റോഡിലേക്ക് വന്നിട്ടുണ്ട്. അവൾ അവിടെ ചുരുണ്ടു മൂടി കിടക്കുകയാണ്. രാവിലെ ആയപ്പോഴേക്കും പോലീസുകാരൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ്. ഒരു റെസ്ക്യൂ ടീം വേഗം തന്നെ വന്ന് അവളെ രക്ഷപ്പെടുത്തുന്നുണ്ട്. അവൾക്ക് ആവശ്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ്. എന്തായാലും ഈ വലിയ അപകടത്തിൽ നിന്നും ആലീസിന് രക്ഷപ്പെടാൻ പറ്റി. സാധാരണ ബുക്ക് ഓഫ് ഡെത്ത് അത് തുറന്നു കഴിഞ്ഞാൽ വരുന്ന പിശാച് ആ സാത്താൻ, അതിന്റെ കയ്യിൽ നിന്നും ആർക്കും അങ്ങനെ ജീവനോടെ രക്ഷപ്പെടാൻ പറ്റില്ല. എന്നാൽ ആ കത്തി അതുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ആലീസിന് രക്ഷപ്പെടാൻ പറ്റിയത്. ഇവിടെ സിനിമ തീർന്നു എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അവസാനം മറ്റൊരു കാര്യം കൂടെ കാണിക്കുന്നത്. അതായത് ആ കത്തി വെച്ച് ആലീസിന് ഒരാളെ മാത്രം ഇല്ലാതാക്കാൻ പറ്റിയിട്ടില്ല. ആരാണത്? നമ്മുടെ മുത്തശ്ശിയെ തന്നെ. ഇപ്പൊ മുത്തശ്ശിയെ കാണിക്കുകയാണ്. മുത്തശ്ശിക്ക് നടക്കാൻ കഴിയില്ലല്ലോ, കാലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കാട്ടിലൂടെ അങ്ങനെ ഇഴഞ്ഞ് പോവുകയാണ്. ഇപ്പൊ ഒരു റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആ സമയത്ത് അതിലൂടെ പോയൊരു കാർ മുത്തശ്ശിയെ കണ്ട് നിർത്തുകയാണ്. അതിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി വന്ന് മുത്തശ്ശി എന്താ പറ്റിയത്, എന്താ റോട്ടിൽ ഇങ്ങനെ കിടക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ മുത്തശ്ശി ആ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് പറയണം, മോളെ എനിക്ക് കാലില്ല, എന്റെ കാല് ആരോ കൊണ്ടുപോയി, പക്ഷേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് നിന്റെ കാല് മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ തൊടയിൽ ഒറ്റ മാന്തലാണ്. ഇവിടെയാണ് പടം തീരുന്നത്. അപ്പൊ എങ്ങനെ, കഥ ഇഷ്ടമായോ? ഇഷ്ടമായാൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബൈ.